ഹായ് എവരി വൺ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഓർക്കിഡ് ട്രീ ആണ്. ഇത് റിവേഴ്സ് പ്ലാന്റ് കേട്ടോ. എനിക്ക് കിട്ടിയ റിവേഴ്സ് പ്ലാന്റും ഞാൻ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്തു. പിന്നെ കുഞ്ഞു കുഞ്ഞു ഓർക്കിഡ്സിൻ്റെ കിക്കീസും തൈകളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ ഞാൻ ഈ ഓർക്കിഡ് ട്രീയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാവിൻ്റെ കമ്പ് എനിക്ക് കിട്ടിയപ്പം ഞാനതെടുത്തുകൊണ്ട് വന്ന് ചട്ടിയിൽ ഇഷ്ടികയൊക്കെ വെച്ച് ഞാനതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നൂലുകൊണ്ട് നമ്മൾ തയ്ക്കുന്ന നൂലില്ലേ, നൂലുകൊണ്ട് ഞാൻ ചുറ്റി വെച്ചു. കണ്ടോ, ഇഷ്ടിക വെച്ചാണ് ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടിക വെച്ചപ്പോൾ ആ ചട്ടിയുടെ ഭാഗമൊക്കെ പൊട്ടിപ്പോയി കേട്ടോ. പക്ഷെ ഞാനതൊന്നും കളഞ്ഞില്ല. ഞാൻ അങ്ങനെ അതെടുത്ത് വെച്ച് സെറ്റ് ചെയ്തു. ചിലരൊക്കെ സിമെൻറ്റൊക്കെ വെച്ച് ഉറപ്പിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇഷ്ടിക വെച്ചാണ്. ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചു. എന്നിട്ട് എൻ്റെ റിവേഴ്സ് പ്ലാന്റും ഇതൊരു ഡാൻസിങ് ഗേളാണ്. പിന്നെ ഡെൻഡ്രോബിയത്തിൻ്റെയും ഫെലനോപ്സിസും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അത് പിന്നെ എന്തൊക്കെയോ വൺ ഡേ ഓർക്കിഡുണ്ട്, പിന്നെ എന്തൊക്കെയോ സൈസ് ഓർക്കിഡുകളുണ്ട് ഇതിനകത്ത്. അതൊക്കെ ഞാൻ കൊണ്ട് ബാംബു ഓർക്കിഡ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഈ നൂല് കൊണ്ട് ഞാൻ ചുറ്റി വെക്കും. ഈ നൂലെന്ന് വിചാരിച്ച് പൊട്ടിപ്പോകുമെന്നും വിചാരിക്കേണ്ട, ഇത് പൊട്ടത്തൊന്നുമില്ല. പൊട്ടിയാലും അതിൻ്റെ വേര് വന്ന് ഉറയ്ക്കും. വേര് വരുന്നുണ്ടെങ്കിൽ ഈ മരത്തിൽ പിടിച്ച് കയറിക്കോളും. പിന്നെ ഇത് ഞാൻ തൈ വാങ്ങിച്ച് വെച്ചതാണ്. ഡെൻഡ്രോബിയം 350 രൂപ കൊടുത്ത് പൂവോടുകൂടി തന്നെ വാങ്ങിച്ചതാണ്. പൂവൊക്കെ പോയി കട്ട് ചെയ്ത് ഞാൻ വെച്ചിരിക്കുക. ചെറിയ ചെറിയ നാമ്പുകളും സ്പൈക്സും ഒക്കെ വന്നു തുടങ്ങി. പിന്നെ ഇങ്ങനെ ചെറിയ തുണ്ടുകളൊക്കെ കിട്ടുന്നത് ഞാൻ കരിയും ചകിരിത്തൊണ്ടും ഒക്കെ ഇട്ട് ഈ ചട്ടിയിൽ സെറ്റ് ചെയ്തതാണ്. പക്ഷേ ചട്ടി വെക്കുന്നതിനേക്കാളും നല്ലത് മരത്തിൽ പിടിപ്പിച്ച് വളർത്തുന്നതാണ്. മുറ്റത്ത് മരമൊക്കെ ഉണ്ടെങ്കിൽ വളർത്താൻ നല്ലതാണ് കേട്ടോ. എനിക്ക് മരം ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു മരം ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് വളർത്തിയതാണ്. പിന്നെ ചെറിയ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ചെറിയൊരു കിക്കീസ്, ഒരു ചെറിയ തൈ വരുന്നുണ്ട്. വേരുണ്ടെങ്കിൽ ഇത് ഇളക്കി നമുക്ക് ആ കമ്പിനകത്ത് ഫിറ്റ് ചെയ്യാം. പക്ഷേ വേരില്ലെന്നാണ് തോന്നുന്നത് അതിന്. ഇതങ്ങനെ എടുത്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതൊക്കെ ചട്ടി നിൽക്കുന്നതിനേക്കാളൊക്കെ ഭംഗി ആ മരത്തിൽ വളർത്തുന്നതാണ്. അപ്പോൾ മരത്തിൽ വളർന്നിട്ട് നിറയെ പൂത്ത് നിൽക്കാനൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. പക്ഷേ അതിനൊക്കെ ക്ഷമ വേണം, കാത്തിരിക്കണം. ഇതൊക്കെ പിടിച്ചു വരും. പിന്നെ ആ ചട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ തുണ്ടുകളാണിത്. ചെറിയ 2-3-4 തൈകൾ കിട്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഈ മരത്തിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഒറ്റക്കൈ കൊണ്ട് ഇത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഞാൻ ക്യാമറ താത്ത് വെച്ചിട്ട്, മൊബൈൽ താത്ത് വെച്ചിട്ട് നൂലെടുത്ത് ചുറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് ഫിറ്റ് ചെയ്യണം. ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഫിറ്റ് ചെയ്യാൻ. വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാനിപ്പം നൂലുകൊണ്ട് ചുറ്റി ആ തടിയോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനിയും അത് വേരൊക്കെ എടുത്ത് അതിൽ പിടിച്ചോളും. അപ്പം ഇതാണ് എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.